നമസ്കാരം. കേരളത്തിന് ഒരു ഒന്നാം സ്ഥാനം കിട്ടിയെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും മലയാളികൾക്ക് പൊതുവായി ഉണ്ടാകേണ്ട ഒരു വികാരം? വലിയ സന്തോഷം തോന്നണ്ടേ? പക്ഷെ നമ്മുടെ നാട്ടിലെ ചില വാർത്താ അവതാരകർക്ക് ആ വാർത്ത വായിക്കുമ്പോഴും അവരുടെ ഒരു വല്ലാത്ത വിമ്മിട്ടവും ആ മുഖത്തെ ഒരു താല്പര്യമില്ലായ്മ അല്ലെങ്കിൽ ആ ഉൾക്കൊള്ളലായ്മ ഒന്ന് കാണേണ്ടതുണ്ട്. കേരളത്തിന് വീണ്ടും ഒരു നമ്പർ 1 പദവി കൂടി. മിസലേനിയസ് നോൺ ബാങ്കിംഗ് കമ്പനികളിൽ രാജ്യത്താദ്യമായി 1 ലക്ഷം കോടി രൂപയുടെ ബിസിനസ് നേടി KSFE ആണ് പുതിയ നേട്ടം സമ്മാനിച്ചത്. കണ്ടില്ലേ ആ വാർത്ത വായിക്കുന്നത്? കേരളത്തിന് മിസലേനിയസ് നോൺ ബാങ്കിംഗ് വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം ലഭിച്ചിരിക്കുകയാണ്. അതായത് KSFEക്ക് രാജ്യത്തെ 1-ാം നമ്പർ നോൺ ബാങ്കിംഗ് സെക്ടറിൽ ഏറ്റവും മികച്ച രീതിയിലുള്ള പ്രവർത്തനത്തിലുള്ള അവാർഡാണ്. അത് വായിക്കുമ്പോൾ ഇങ്ങനെ ആ മുഖഭാവം കണ്ടപ്പോൾ എനിക്ക് തോന്നി, ഇതിപ്പോ എന്റെ കാഴ്ചയുടെ പ്രശ്നമാണോ, ഞാൻ ഒരു പ്രത്യേക തരത്തിൽ നോക്കുന്നത് കൊണ്ടാണോ എനിക്ക് അങ്ങനെ തോന്നി എന്നുള്ളത് കൊണ്ട് അതിന്റെ കമന്റ് കയറി 1-2 കമന്റ് വായിച്ചു. അപ്പൊ തെറ്റിയില്ല. അതിനകത്തുള്ള 1-2 കമന്റുകളോട് നിങ്ങൾ നോക്കി, ഒരു താല്പര്യം ഇല്ലാത്ത കണക്ക് തന്നെയാണ് അത് വായിച്ചതെന്ന് എല്ലാവർക്കും ബോധ്യപ്പെടുകയാണ്. സാധാരണ ഒരു മലയാളി എന്നുള്ള നിലയ്ക്കാണെങ്കിൽ ഇത്തരം വാർത്ത കാണുമ്പോൾ അഭിമാനം കൊള്ളണം, അവർക്ക് ഊറ്റം കൊള്ളേണ്ടതുണ്ട്. കാര്യം കേരളം എന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം എന്നാണ്. ഒരു അഭിമാനവും ഇല്ല. ഇതൊക്കെ ഇവിടെ ഉണ്ടാകുന്നു എന്ന് അറിയുമ്പോൾ ഒരു വല്ലാത്ത വിഷമമാണ്. അതായത് നമ്മൾ ഇത്രമാത്രം ഈ നാടിനെ കുറിച്ച് കുപ്രചരണമൊക്കെ നടത്തിയിട്ട് സംഗണി സുജയ്ക്കൊക്കെ ഈ വാർത്ത കേൾക്കുമ്പോൾ എന്നിട്ട് യുവമാർക്ക് തന്നെ ഒന്നാം സ്ഥാനം യുവമാർ ഈ രീതിയിൽ പ്രവർത്തിക്കുന്നു. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഈ നാടിനെ കുറിച്ച് മോശം അങ്ങ് പറയുന്നുണ്ടെങ്കിലും പല മേഖലയിലെയും പ്രകടനങ്ങൾ കൊണ്ട്, അതായത് നാക്കിട്ടുള്ള വർക്കല്ല, യാഥാർത്ഥ്യത്തിൽ ഏത് മേഖലയിലാണോ ആ പ്രവർത്തന മേഖലയിലെ അവരുടെ ആ മികവ് കൊണ്ട് 1-ാം സ്ഥാനം നേടിയെടുക്കുമ്പോൾ നമ്മളെടുത്ത പണി മുഴുവൻ വേസ്റ്റായി എന്നൊരു മനോഭാവത്തിൽ വാർത്ത വായിക്കുന്നുണ്ടെങ്കിൽ ഈ നാട്ടിൽ താമസിച്ചുകൊണ്ട് ഈ നാടിനോട് ഇവർക്ക് എത്രമാത്രം വൈരാഗ്യ ബുദ്ധി ഉണ്ടെന്ന് നോക്കിയേ. അവരുടെ ആ വാർത്ത വായിക്കുമ്പോഴുള്ള മുഖഭാവം നോക്കിയേ, എന്തൊരു കടുപ്പം, എന്തോ ഒരു മ്ലേച്ഛ മുഖഭാവം. ആ മുഖഭാവമാണ് പറയുന്നത് കേരളത്തെ സംബന്ധിച്ചുള്ള പല സംഘടികളുടെയൊക്കെ മനോഭാവങ്ങൾ. ആ മനോഭാവം എന്ന് പറഞ്ഞാൽ ഈ നാടിന് ഇതൊന്നും ഉണ്ടാകാൻ പാടില്ല. ഈ KSFEയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ 1969 EMS സർക്കാർ സ്ഥാപിച്ച ഒരു നോൺ ഫിനാൻസ് സെക്ടറാണ്. ആ മേഖല ഇന്നിപ്പോ 3500-ൽ പരം പേർക്കാണ് കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ PSC വഴി ജോലി കൊടുത്തിരിക്കുന്നത്. അത് പോരാഞ്ഞിട്ട് 500 കോടിയിൽ പരം ലാഭം ഉണ്ടാക്കിയിരിക്കുകയാണ്. 1000 കോടിയിൽ പരം ചിട്ടി ഫണ്ട് അവർ സ്വീകരിച്ചിരിക്കുകയാണ്. അങ്ങനെ നോൺ ബാങ്കിങ് സെക്ടറിലൂടെ വലിയ വിജയം, അതും ഇടതുപക്ഷത്തിന്റെ ഒരു സർക്കാർ സ്ഥാപിച്ചിരിക്കുന്ന ഈ നോൺ ബാങ്കിങ് സെക്ടറിൽ ഇത്രമാത്രം വിജയം രാജ്യത്ത് നേടുമ്പോൾ അങ്ങോട്ട് മെനയാകുന്നില്ല. അതും ഒന്ന് തകർന്നു കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് ആവേശപൂർവ്വം അത് അവതരിപ്പിക്കാമായിരുന്നു. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഉണ്ടാകുന്ന ആവേശം നമുക്ക് നേട്ടമുണ്ടാകുമ്പോൾ വായിക്കുമ്പോൾ വരാത്ത ആ വല്ലായ്മയുണ്ടല്ലോ, അതിന്റെ പേരാണ് ഈ നാട്ടിലെ മാധ്യമ സ്ഥാപനങ്ങൾക്കകത്ത് പതുങ്ങിയിരിക്കുന്ന ഇതുപോലുള്ള സംഘി മനസ്സുകൾ അല്ലെങ്കിൽ ഇതുപോലുള്ള കൊങ്ങി മനസ്സുകൾ എന്ന് പറയേണ്ടി വരികയാണ്. അത് നാട്ടുകാർ അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു വാർത്തയെ ഈ രീതിയിൽ ഒന്ന് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത്.